ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പതിവ് പോലെ നമ്മൾ അടുത്തൊരു യാത്ര പോവുകയാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ഓൾറെഡി നിങ്ങൾ തമ്മിൽ കണ്ട് മനസ്സിലാക്കി കാണുമല്ലോ. അതെ ഗൈസ്, നമ്മൾ കുറേ നാളായിട്ട് ആഗ്രഹിച്ച് കൊതിച്ചിങ്ങനെ കാത്തിരുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്, ലക്ഷദ്വീപിലേക്ക്. ഇത്തവണ ഞാനും ഏട്ടനും മാത്രമല്ല, ചേച്ചിയും ചേട്ടനും ഉണ്ട് കേട്ടോ കൂടെ. പിന്നെ ഒരു പുതിയ ആളും കൂടെ ഉണ്ട്. ആളെ നിങ്ങൾ വഴിയെ വ്ളോഗിൽ കാണും. അപ്പോൾ നമ്മൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഗോവയിലേക്കാണ് ട്രെയിൻ കയറിയിരിക്കുന്നത്. ഗോവയിൽ നിന്നാണ് നമുക്ക് അഗത്തിയിലേക്കുള്ള ഫ്ലൈറ്റ്. വൺ സൈഡ് ഷിപ്പും വൺ സൈഡ് ഫ്ലൈറ്റും ആയിരുന്നു നമ്മുടെ ആഗ്രഹവും. അതായിരുന്നു നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ യാത്രയുടെ പ്ലാനിങ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും കുറച്ച് ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് ഷിപ്പിൻ്റെ ടിക്കറ്റ്സ് ഒന്നും അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. ലാക്രീഫ് എന്ന് പറയുന്ന ഒരു ട്രാവൽ കമ്പനിയാണ് കേട്ടോ നമ്മുടെ യാത്രയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അവരാണ് നമുക്കെല്ലാം സെറ്റ് ചെയ്ത് തന്നത്. നമുക്ക് പരിചയമുള്ള കുറച്ച് പേര് ഓൾറെഡി അവരുടെ ഒരു പാക്കേജിൽ ലക്ഷദ്വീപിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ തന്ന ഒരു നല്ല ഫീഡ്ബാക്ക് അനുസരിച്ചിട്ടാണ് നമ്മളും ഇപ്പോൾ അവരുടെ പാക്കേജിൽ ലക്ഷദ്വീപിലേക്ക് പോകുന്നത്. ഞാൻ എന്തായാലും അവരുടെ ഇൻസ്റ്റാ പേജൊക്കെ താഴെ മെൻഷൻ ചെയ്യാം കേട്ടോ. വേണ്ടവർക്കൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം. 25,000 രൂപയാണ് കേട്ടോ പെർ കപ്പിളിന് അവർ ചാർജ് ചെയ്യുന്നത്. അതായിരുന്നു നമ്മുടെ പാക്കേജ്. അതിൽ 3 നൈറ്റ് സ്റ്റേയും അതുപോലെ തന്നെ 3 നേരമുള്ള ഫുഡും ഇൻക്ലൂഡഡ് ആയിരുന്നു. അതുപോലെ സ്നോർക്കലിംഗ്, ഗ്ലാസ് ബോട്ട് റൈഡൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആയിരുന്നു കേട്ടോ. സ്കൂബയ്ക്ക് മാത്രമാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അവിടെ പേ ചെയ്യേണ്ടി വന്നത്. അങ്ങനെ അടിപൊളിയായിട്ടുള്ള കൊങ്കൺ റൂട്ടൊക്കെ ആസ്വദിച്ചുകൊണ്ടുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. ശരിക്കും മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുമായിരുന്നു ഈ ഒരു റൂട്ട്. അങ്ങനെ നമ്മൾ മഡഗോൺ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ എന്തായാലും ഇവിടെയല്ല ഇറങ്ങുന്നത്. നമ്മൾ നെക്സ്റ്റ് സ്റ്റേഷനായിട്ടുള്ള തിവിമിലാണ് നമ്മൾ ഇറങ്ങുന്നത്. അങ്ങനെ തിവിമിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്നൊരു ടാക്സി കയറി ചെയ്തിട്ട് നമ്മൾ നേരെ മനോഹർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പോയി. അവിടെ നിന്നാണ് നമ്മുടെ ഫ്ലൈറ്റ്. ഏകദേശം ഒരു അരമണിക്കൂർ ദൂരം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷേ എയർപോർട്ടിൽ നമ്മൾ കുറച്ചധികം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു കേട്ടോ. നമ്മളത് പ്രതീക്ഷിച്ചതായിരുന്നു. കാരണം പിറ്റേ ദിവസം ഏർലി മോർണിംഗ് ആണ് നമ്മുടെ ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ എയർപോർട്ടിൻ്റെ അടുത്തായിട്ട് വേറെ റൂമോ കാര്യങ്ങളോ നമ്മളധികം കണ്ടില്ല കേട്ടോ. പിന്നെ ടാക്സി കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ ലേറ്റ് ആയാലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എയർപോർട്ടിൽ തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ അതൊരു പണിയായിരുന്നു. നല്ല കട്ട പോസ്റ്റ് കിട്ടി. അവസാനം ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ലോഞ്ചിലെത്തിയപ്പോഴേക്കും നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ടയേർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഫുഡൊന്ന് കഴിച്ചപ്പോഴാണ് നമ്മളൊന്ന് ഓണായത്. എൻ്റെ ഫസ്റ്റ് ലോഞ്ച് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നമ്മൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഫുഡൊക്കെ കഴിച്ചു. വെളുപ്പിന് 4:30-ക്കൊക്കെ ഇത്രയധികം ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റുമെന്ന് ഞാൻ ഇന്നാണ് തിരിച്ചറിഞ്ഞത്. അത്യാവശ്യം ഫുഡ് ഓപ്ഷൻസും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് സെറ്റായി. അവിടുന്ന് നമ്മൾ നേരെ നമ്മുടെ ഗേറ്റിൻ്റെ അടുത്തേക്ക് പോയി. ഇതാ ഫ്ലൈറ്റ് കയറാനായിട്ട് പോവാണ്. ആ കാണുന്ന കുഞ്ഞ് കൈ കൊണ്ട് ടാറ്റ കാണിക്കുന്ന ആളാണ് കേട്ടോ നമ്മുടെ പുതിയ ആൾ. ചേച്ചിയുടെയും ചേട്ടൻ്റെയും കുഞ്ഞാണ് നിവിക. അവളാണ് കേട്ടോ നമ്മുടെ ഒരു യാത്രയുടെ തന്നെ ഫുള്ള് എൻ്റർടൈനർ. ഇപ്പോൾ കുറച്ചൊരു ഡൗൺ ആണ് യാത്രാക്ഷീണം കാരണം. എന്നാലും അവൾ നല്ല രീതിയിൽ നമ്മളോട് സഹകരിച്ചു കേട്ടോ. അവളുടെ ആദ്യത്തെ ട്രെയിൻ ജേണിയാണ്. മാത്രമല്ല നമ്മൾ എയർപോർട്ടിൽ അത്ര നേരം വെയിറ്റ് ചെയ്തിരുന്നിട്ടും അവൾ വലിയ ബഹളമൊന്നും ഉണ്ടാക്കിയില്ല. നന്നായിട്ട് ഉറങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഫ്ലൈറ്റ് കയറിയ പാടെ തന്നെ നല്ല ഒരു ഉറക്കം ഉറങ്ങി. നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ നമ്മൾ അഗത്തിയിൽ ലാൻഡ് ചെയ്യാൻ പോകുമായിരുന്നു. എനിക്കിങ്ങനെ ഈ ഒരു മുകളിൽ നിന്ന് ഈ ഒരു വിഷ്വൽ എടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് കാണാൻ തന്നെ അടിപൊളിയായിരുന്നു. കറക്റ്റ് നമുക്ക് ആ ഒരു കടലിൻ്റെ നിറം മാറുന്നതൊക്കെ, കാരണം ആ ഒരു ലൈറ്റ് ബ്ലൂ കളറൊക്കെ കറക്റ്റ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങനെ മനസ്സിലാവുന്നുണ്ട്. ഇതിൻ്റെ വിൻഡോ അത്ര ക്ലീൻ അല്ലായിരുന്നു. അതുകൊണ്ടാണ് ഒരു ക്ലാരിറ്റി കുറവ് വിഷ്വലിന്. എന്തായാലും കാണാൻ ഭയങ്കര അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ അഗത്തി എയർപോർട്ടിലെത്തി. നമ്മളിങ്ങനെ തമാശയ്ക്ക് പറയുമായിരുന്നു, പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ കുറ്റിപ്പുറ റെയിൽവേ സ്റ്റേഷൻ അത്രയ്ക്കേ ഉള്ളൂ. അത്ര കുഞ്ഞൊരു എയർപോർട്ടാട്ടോ. പക്ഷേ കാണാൻ നല്ല രസമായിരുന്നു. നമ്മുടെ പെർമിറ്റും അതുപോലെ തന്നെ തിരിച്ചുള്ള ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ അവർ ചെക്ക് ചെയ്യും. അതിനുശേഷം നമ്മൾ ലഗേജൊക്കെ എടുത്തിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ എല്ലാ സിമ്മിനും ഒന്നും അങ്ങനെ റേഞ്ച് ഉണ്ടായിരുന്നില്ല കേട്ടോ. എയർടെല്ലിനും BSNLനും നമുക്ക് റേഞ്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് പോകാനുള്ള വണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ ട്രാവൽ കമ്പനിയുടെ ആളൊക്കെ ഓൾറെഡി നമുക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ലഗേജൊക്കെ സെറ്റ് ചെയ്തിട്ട് വണ്ടിയിൽ കയറി. നമ്മൾ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. പിന്നീട് അങ്ങോട്ട് കണ്ട കാഴ്ചകളൊക്കെ ഒരുപാട് ട്രാവൽ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ കടൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിതുവരെ കണ്ട കടലൊന്നും കടലല്ലടാ എന്ന് പറയുന്ന ഫീലായിരുന്നു ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പോൾ കിട്ടിയിരുന്നത്. കാരണം അത്രയും പ്യുവറായിട്ടുള്ള, അത്രയും ക്ലിയർ ആയിട്ടുള്ള വാട്ടർ, നല്ല ബ്ലൂ കളറ്, അത് ഭയങ്കര രസമായിരുന്നു. നേരിട്ട് കാണുമ്പോൾ അതൊരു അടിപൊളി ഫീലായിരുന്നു.
അത്രയും ക്ഷീണത്തിൽ വന്നിറങ്ങിയിട്ടും നമ്മുടെ മുഖത്തുള്ള ഈ ഒരു സന്തോഷം കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഇതൊക്കെ കാണുമ്പോഴുള്ള ആ ഒരു നമ്മുടെ ഒരു ഹാപ്പിനെസ്. പിന്നെ റൂമിലെത്തിയിട്ടും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നേരെ കിടന്ന് ഉറങ്ങുക ചെയ്തു കേട്ടോ. കാരണം ടയേർഡായിട്ടുണ്ടായിരുന്നു എല്ലാവരും. അതുകൊണ്ട് നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഭക്ഷണവും കൂടെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഒന്ന് പുറത്തിറങ്ങിയത്. അത്യാവശ്യം നല്ല രീതിയിൽ വെയിലൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അതൊന്നും നമ്മൾ കാര്യമാക്കിയില്ല. ഒന്ന് ഉറങ്ങിയത് കൊണ്ട് തന്നെ ക്ഷീണമൊക്കെ അങ്ങ് മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഇറങ്ങി. നമ്മൾ ബീച്ച് വ്യൂ റിസോർട്ടൊന്നും അല്ല കേട്ടോ എടുത്തത്. ഇവിടെ പിന്നെ എങ്ങോട്ട് തിരിഞ്ഞാലും ബീച്ചാണല്ലോ. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 200 മീറ്റർ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ബീച്ച് തന്നെയാണ്. അങ്ങനെ നമ്മൾ ആദ്യം ഇവിടുത്തെ ഒരു ബോട്ട് ജെട്ടിയിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെയാണ് ബോട്ടൊക്കെ വന്ന് അടുപ്പിക്കുക. ഷിപ്പ് ഇങ്ങോട്ട് വരില്ല. വലിയ ഷിപ്പുകളൊക്കെ പുറം കടലിൽ നിർത്തിയിട്ട് അവിടുന്ന് ബോട്ടിലാണ് ആളുകളെ ഇങ്ങോട്ടേക്ക് എത്തിക്കുക. ലക്ഷദ്വീപിൽ അഗത്തിയിൽ മാത്രമേ എയർപോർട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾ അധികം വരുന്നതും സ്റ്റേ ചെയ്യുന്നതൊക്കെ അഗത്തിയിൽ തന്നെയാണ്. നമ്മളും ഇത്തവണ അഗത്തി മാത്രമാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് ലഗൂൺ ബീച്ചിലാണ്. നല്ല കാറ്റുള്ള സമയമായിരുന്നു കേട്ടോ. വൈകിട്ടായതുകൊണ്ട് തന്നെ നല്ല കാറ്റുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ അടുത്തൊരു ബോട്ട് ജെട്ടിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇതാ ദൂരെ കാണുന്നതാണ് ഇവിടുത്തെ വെള്ളം ശുദ്ധീകരിക്കുന്ന ഒരു പ്ലാന്റാണത്. ഇവിടുത്തെ ആളുകൾ കടൽ വെള്ളം തന്നെ ശുദ്ധീകരിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി അടുത്ത സൺസെറ്റ് കാണാനുള്ള പോക്കാണ് കേട്ടോ. ഇവിടെയാണ് ഷിപ്പിനുള്ള ടിക്കറ്റ്സൊക്കെ കൊടുക്കുന്നതെന്ന് പുള്ളി നമുക്കിങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെ നമ്മൾ അടുത്തത് പോയത് അന്താൻ ബീച്ചിലേക്കാണ്. അവിടെ എത്തിയപ്പോഴാണ് നമ്മൾ ലക്ഷദ്വീപിൻ്റെ സ്വന്തം മീര കണ്ടത്. അപ്പം തന്നെ നമ്മളതൊരു ബോട്ടിൽ വാങ്ങിച്ചു. ഇത് കള്ളായിട്ടില്ല, 48 മണിക്കൂർ കഴിഞ്ഞാലേ കള്ളാവുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ അന്താൻ ബീച്ചിൽ അവിടെ പോയിരുന്നിട്ട് നമ്മളത് ടേസ്റ്റ് ചെയ്തു. എനിക്കെന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. ഏട്ടനും കുറച്ച് കുടിച്ചു. ചേച്ചിക്കും ചേട്ടനും അത്ര ഇഷ്ടപ്പെട്ടില്ല. ഒരു പുളിയും മധുരം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് എന്തായാലും അത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ മീരയൊക്കെ കുടിച്ച് അവിടെ കുറച്ച് വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു, കയാക്കിങ് പോലുള്ള. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ കുറച്ചധികം നേരം അവിടെ ഇങ്ങനെ ഇരുന്നു. നല്ല കാമായിട്ടുള്ള, അധികം തിരക്കൊന്നുമില്ലാതെ ഒരു അടിപൊളി ബീച്ചായിരുന്നു. ലക്ഷദ്വീപിൽ വന്നിട്ടുള്ള ആദ്യത്തെ ദിവസം ഇവിടെ തീരുകയാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു ചെറിയ സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ കുറേ നേരം അവിടെ ഇങ്ങനെ ഇരുന്ന് കടലൊക്കെ കണ്ട് അങ്ങനെ ആസ്വദിച്ചു. അങ്ങനെ രാത്രിയിലെ ഭക്ഷണവും കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഒന്ന് പുറത്തിറങ്ങി. നമ്മൾ ആദ്യം വന്ന ആ ബോട്ട് ജെട്ടിയുടെ അവിടേക്കാണ് വന്നത്. അവിടേക്ക് നല്ല രീതിയിൽ നമ്മൾ ആദ്യം വന്ന സമയത്ത് ഇത്ര വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോൾ രാത്രി ആവുന്തോറും വെള്ളം ഇങ്ങനെ കയറി വരുന്നുണ്ടായിരുന്നു. മാത്രമല്ല നിറയെ ഇങ്ങനെ ചെറിയ മീനുകളുണ്ടായിരുന്നു. അങ്ങനെ നോക്കിയാൽ തന്നെ നമുക്ക് കാണാമായിരുന്നു. പിന്നെ അവിടെ കുറേ പേര് നിന്ന് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് അവിടെയും കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. അങ്ങനെ നമ്മുടെ ലക്ഷദ്വീപ് യാത്രയിലെ സെക്കൻഡ് ഡേ ആണിന്ന്. ഇന്ന് നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനായിട്ടുണ്ട്. രാവിലെ തന്നെ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും റെഡിയായിട്ട് ഇറങ്ങി. നമ്മൾ ഇന്നലെ കണ്ട ബോട്ട് ജെട്ടിയിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടുന്ന് ബോട്ടിലാണ് നമ്മളിനി നമ്മുടെ ഒരു യാത്ര തുടങ്ങുന്നത്. നമ്മളിന്ന് സ്നോർക്കലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്.
അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ടുള്ള നമ്മുടെ ബോട്ട് യാത്ര തുടരുകയാണ്. കുറച്ച് ഉള്ളിലേക്കൊക്കെ പോകുമ്പോൾ ഉൾക്കടലിലേക്കൊക്കെ പോകുമ്പോൾ എനിക്കും ചേച്ചിക്കും ചെറുതായിട്ട് ഇങ്ങനെ വൊമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, നമ്മളിങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. നല്ല തിരയുള്ള സ്ഥലത്തൊക്കെ എത്തുമ്പോൾ ബോട്ട് ഇങ്ങനെ കിടന്ന് ഇളകി മറിയുമായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാൻ ഭയങ്കര രസമാണ്. പക്ഷെ ഉള്ളിലിരിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ ബോട്ടിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് ഒന്ന് നിൽക്കണം, അല്ലെങ്കിൽ അവിടെ ചെന്നൊന്ന് ഇരിക്കണം എന്നുള്ളത് നമുക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. പക്ഷെ അതെങ്ങനെയാണ് ഇവർ സമ്മതിക്കുകയോ ഇല്ലയോ എന്നൊന്നും നമുക്ക് ആദ്യം അറിയണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ തന്നെ, ബോട്ടിലെ ചേട്ടന്മാർ തന്നെ നമ്മളെ വന്ന് വിളിച്ചു, അവിടെ വന്നിരിക്കണോ എന്നൊക്കെ ചോദിച്ചു. അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നു. അപ്പോൾ അവിടെ ചെന്ന് ഇരിക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മളവിടെ പോയി ഓരോരുത്തരായിട്ട് അവിടെ പോയി ഇരുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഫോട്ടോസ് എടുക്കുന്നതിനേക്കാളും നമുക്ക് അവിടെ ചെന്ന് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കിട്ടുന്നൊരു ഫീല് ഭയങ്കര കേട്ടോ. ആ കാണുന്നതാണ് കേട്ടോ ബംഗാരം ഐലൻഡ്. നമ്മളിപ്പോൾ അവിടേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ ബംഗാരും അതുപോലെ തന്നെ തിണ്ണക്കരയൊക്കെ ആൾതാമസം ഇല്ലാത്ത ദ്വീപുകളാണ് കേട്ടോ. പക്ഷേ ഇവരുടെ ജോലിയുടെ ഭാഗമായിട്ട് അവിടെ പോയിട്ട് 4-5 മാസമൊക്കെ നിൽക്കാറുണ്ടെന്നാണ് ചേട്ടന്മാർ പറഞ്ഞത്. അതായത് ശർക്കരയൊക്കെ ഉണ്ടാക്കാനായിട്ട്. ദ്വീപിലെ ശർക്കര ഭയങ്കര ഫേമസ് ആണല്ലോ. പക്ഷെ നമുക്കത് ടേസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. അതിൻ്റെ ഒരു സങ്കടം എനിക്കിപ്പോഴും ഉണ്ട്. അതിപ്പോൾ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് അവർ പറഞ്ഞത്. ഉണ്ടെങ്കിൽ തന്നെ നല്ല വിലയായിരിക്കും എന്ന് പറഞ്ഞു. എന്തായാലും അതിനൊക്കെയാണ് ഇവരിങ്ങോട്ട് വരാറുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ കുടിച്ച മീരയില്ലേ, അത് ഉരുക്കിയിട്ടാട്ടോ ഇവർ ഈ ശർക്കര ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾ ബംഗാരത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമുക്ക് സ്നോർക്കലിങ്ങിനുള്ള ഒരു ചെറിയ ട്രെയിനിങ് ഒക്കെ തന്നത്. അതായത് സ്നോർക്കലിംഗ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു തന്നത് ഇവിടെ നിന്നാണ്. അത് ഓരോരുത്തരായിട്ട് അതിങ്ങനെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലായിരുന്നു കേട്ടോ. പക്ഷേ കടലിൽ ഇറങ്ങുമ്പോൾ ഭയങ്കര സുഖമാണ്. വെള്ളത്തിന് ഒരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാവരും വെള്ളത്തിലൊക്കെ ഇറങ്ങി ഇങ്ങനെ കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു. ഈ ബോട്ടെല്ലാം കൂടെ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നമ്മളെപ്പോലെ തന്നെ കുറേ ടൂറിസ്റ്റുകൾ വന്ന ബോട്ടാണ്. അതെല്ലാം കൂടെ അവിടെ അങ്ങനെ അടുപ്പിച്ചിരിക്കുകയായിരുന്നു. അടുത്തതായിട്ട് നമ്മൾ തിണ്ണകര ഐലൻഡിൻ്റെ അവിടേക്കാണ് പോകുന്നത്. അവിടെയാണ് നമ്മൾ സ്നോർക്കലിംഗ് ഒക്കെ ചെയ്തത്. അതിന് മുൻപായിട്ട് നമ്മൾ ബോട്ടിലിരുന്നിട്ട് തന്നെ ഭക്ഷണം കഴിച്ചു. നല്ല അടിപൊളി ഒരു മീൻ ബിരിയാണി ആയിട്ടോ കഴിച്ചത്. ലക്ഷദ്വീപ് സ്പെഷ്യൽ ട്യൂണയായിരുന്നു കേട്ടോ മീൻ ഉണ്ടായിരുന്നത്. വലിയ ട്യൂണയായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. അടിപൊളി ബിരിയാണി ആയിരുന്നു. നമ്മളെല്ലാവരും നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ചു. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ സ്നോർക്കലിംഗ് ചെയ്യാനായിട്ട് ഓരോരുത്തരായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നീന്തലൊന്നും അറിയണമെന്നില്ല കേട്ടോ. സ്നോർക്കലിംഗ് ആയിക്കോട്ടെ അതുപോലെ തന്നെ സ്കൂബ ആയിക്കോട്ടെ ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് നീന്തൽ അറിയണമെന്നില്ല. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. നമ്മൾ വെറുതെ ഇങ്ങനെ പൊങ്ങി കിടന്നാൽ മതി. അവർ നമ്മളിങ്ങനെ കൊണ്ടുപോയി കാഴ്ചകളൊക്കെ കാണിച്ചു തരും. നമ്മൾ നേരത്തെ സ്നോർക്കലിങ്ങിൻ്റെ ട്രെയിനിങ് ചെയ്തപ്പോൾ അവിടെ ലൈഫ് ജാക്കറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ അല്ലാതെ തന്നെ ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് പതിയെ നീന്താനൊക്കെ പറഞ്ഞു. നീന്താനൊക്കെ കുറച്ച് ട്രൈ ചെയ്തു. അപ്പോൾ തന്നെ ഭയങ്കര എന്തോ ഒരു ഫീലായിരുന്നു കേട്ടോ. എനിക്ക് പൊതുവെ കുറച്ച് വെള്ളം പേടിയാണ്, നീന്തൽ അറിയാത്തതുകൊണ്ട് തന്നെ. പക്ഷെ അവിടെ നമ്മൾ കുറച്ച് കൈയൊക്കെ വിട്ട് നമ്മൾ ചെറുതായിട്ട് നീന്തിയപ്പോൾ തന്നെ നമുക്കെന്തോ ഒരു വലിയ സന്തോഷമായിരുന്നു. നമ്മളെന്തോ വലിയ കാര്യം ചെയ്തൊരു ഫീൽ ഉണ്ടായിരുന്നു. നമ്മൾ ഓരോരുത്തരെയായിട്ടാണ് അവർ കൊണ്ടുപോകേണ്ടായിരുന്നത്. ബാക്കിയുള്ളവർ ആ സമയത്ത് ബോട്ടിലിരിക്കുകയാണ് കാഴ്ചകളൊക്കെ കണ്ടിട്ട്. നമുക്ക് വെറുതെ ഇങ്ങനെ ബോട്ടിലിരുന്നുകൊണ്ട് താഴേക്ക് നോക്കിയാൽ തന്നെ അടിയിലുള്ള കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. മീനുകളൊക്കെ നമ്മൾ അങ്ങനെ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഏട്ടനും ചേച്ചിയും ചേട്ടനും എല്ലാവരും സ്നോർക്കലിംഗ് ഒക്കെ ചെയ്തു. നമുക്ക് കിട്ടിയ ഏറ്റവും എന്താ പറയുക ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇത്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് മീനുകളെയും കോറൽസും ഒക്കെ നമ്മൾ കണ്ടു. പക്ഷെ ഇതിൻ്റെ വീഡിയോസും ഫോട്ടോസും നമുക്ക് കിട്ടിയില്ല കേട്ടോ. കാരണം ഇവിടെ അങ്ങനെ എടുത്തു തരാൻ ആരുമില്ല. അതുകൊണ്ട് നമുക്കത് എടുക്കാൻ പറ്റിയില്ല. പക്ഷേ അതിൽ സങ്കടമില്ല. കാരണം നമ്മൾ നേരിട്ട് അത്രയും അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാണ് കണ്ടത്. ഇവർ തന്നെ പറയായിരുന്നു ലക്ഷദ്വീപിക്ക് വരുന്നവർക്കുള്ള ഒരു സർപ്രൈസാണ് ഇവിടെ ഒളിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അത് ഇവിടെ തന്നെ വന്ന് കാണണം എന്നൊക്കെ. എന്തായാലും ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു അത്. ഇനി നാളെയാണ് നമ്മുടെ മെയിൻ സംഭവം, സ്കൂബ ഡൈവിങ്. പക്ഷേ ഇപ്പോൾ തന്നെ നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പിയായി. അടുത്തതായിട്ട് നമ്മൾ പോയത് സാൻഡ് ബാഗ് കാണാനാണ്. ഈ ഒരു സ്ഥലം എന്തായാലും റീൽസിലൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും നല്ല പരിചയമായിരിക്കും. പക്ഷെ നമ്മൾ ചെന്നത് ഒറിജിനൽ സാൻഡ് ബാഗിലാണോ എന്ന് വരെ സംശയമുണ്ട്. കാരണം നമ്മൾ റീൽസിലൊന്നും കണ്ട പോലെ ആയിരുന്നില്ല കേട്ടോ. റീൽസിലൊക്കെ കാണുന്ന സമയത്ത് ചുറ്റും കടലും നടുക്ക് കുറച്ച് മണലും അങ്ങനെയാണല്ലോ. ഇത് ഒരുപാട് ദൂരം മണലിങ്ങനെ പരന്ന് കിടക്കുക കേട്ടോ. വേലിയിറക്കത്തിൻ്റെ ടൈം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. കടലങ്ങ് ദൂരെയായിരുന്നു. നമ്മൾ കുറേ ദൂരം ഇങ്ങനെ നടന്നു. പക്ഷെ അതും ഒരു അടിപൊളി സംഭവം കേട്ടോ. ഇങ്ങനെ ദൂരെ നിന്നുള്ള ഒരു ഫ്രെയിം കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഭയങ്കര ബ്യൂട്ടി ആയിരുന്നു. അങ്ങനെ അവിടെയും കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസും ഒക്കെ ആയിട്ട് കുറേ സമയം അവിടെയും സ്പെൻഡ് ചെയ്തു. അതായത് തിരിച്ചു വരുമ്പോൾ നമുക്ക് സ്റ്റാർ ഫിഷിനൊക്കെ കിട്ടിയിട്ടുണ്ട്. ചേട്ടന്മാരെ അവിടെ നിന്ന് എടുത്തു തന്നു കേട്ടോ. നമ്മൾ അതിനെയൊക്കെ തിരിച്ച് അവിടെ തന്നെ വെച്ച് തിരിച്ച് പോരുകയാണ്.
ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ഉൾക്കടലിലൊക്കെ എത്തിയപ്പോൾ ചെറുതായിട്ട് ഛർദ്ദിക്കാനൊക്കെ വന്നു, വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ. പക്ഷെ അതൊക്കെ ഞാൻ തിരിച്ചെടുക്കുകയാണ് കേട്ടോ. കാരണം അങ്ങോട്ട് പോകുമ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഇല്ലായിരുന്നു. പേടിയൊക്കെ മാറിയതുകൊണ്ടാണോ അറിയില്ല. അതുപോലെ തന്നെ നമ്മൾ ബോട്ടിൻ്റെ ഫ്രണ്ടിലായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. അത് അടിപൊളിയായിരുന്നു. ഇങ്ങനെ ഇരുന്നിട്ട് ഈ ഒരു വീഡിയോ ഇങ്ങനെ ഷൂട്ട് ചെയ്യണ സമയത്ത് എന്തോ ഭയങ്കര സന്തോഷമായിരുന്നു. കാണാൻ തന്നെ എന്തൊരു ഭംഗിയാന്ന് നോക്കണേ. ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും ഞാൻ അതാ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തൊരു ഭംഗിയായി ഈ ഒരു ഫ്രെയിം തന്നെ കാണാനായിട്ട്. ഭയങ്കര എന്താ പറയുക, തിരയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ബോട്ട് ശരിക്കും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇങ്ങനെ ഇളകുന്നുണ്ടായിരുന്നു നന്നായിട്ട്. പക്ഷെ നമ്മൾ എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. ഞാൻ ഫുൾ ടൈം തിരിച്ചു വരുമ്പോൾ ഫ്രണ്ടിൽ തന്നെയായിരുന്നു ഇരുന്നോണ്ടിരുന്നായിരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡേ ഇവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ്. അടുത്ത നമ്മുടെ സ്കൂബയൊക്കെ അടുത്തൊരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.